ഒരു ബ്രെഡ് സ്ലൈസ് മതി. ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡാണ്. അത് ശരി. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കറക്റ്റ് വട്ടത്തിൽ വെട്ടിയെടുക്കണം. പിസ്സ അല്ലേ? പിസ്സ നാടൻ പിസ്സ മേക്കർ ആണല്ലേ ഇത്. ഈ ഒരു സൈസിന് ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. നമുക്കൊന്ന് ഏകദേശം ഒരു റൗണ്ട് ആക്കി എടുത്തിട്ട് അപ്പോൾ ഇനി ഒറ്റയ്ക്കാണെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് സാരം. ചിക്കൻ മിക്സ് ഉണ്ടാക്കാൻ പഠിച്ചാൽ മതിയല്ലേ. കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് കൂടെ വാങ്ങിച്ച് പിസ്സ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെറുതെ ഒരു റൗണ്ട് ആക്കിയത്. ഓക്കെ ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്രെഡിന്റെ മേലെ വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഇല്ലെങ്കിലും ബ്രെഡിന്റെ മുകളിൽ വെച്ച് വെറുതെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് അല്ലേ? ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ച ബ്രെഡിന്റെ പുറത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് ജാമൊക്കെ തേക്കും പോലെ തേച്ച് പിടിപ്പിക്കുക അല്ലേ? ഇത് ഏകദേശം സ്പ്രെഡായി. നമുക്ക് ഈ ബാക്കി വരുന്ന ചിക്കൻ മിക്സ് ഇതിന്റെ മേലെ ഇടാം. അപ്പോൾ ഇതിന്റെ പുറത്ത് നമ്മൾ ചിക്കൻ മിക്സ് അത് ബാക്കി വന്നപ്പോൾ ഉണ്ടായ ഒരു ഡിഷാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ ഡിഷാണ് അല്ലേ? എല്ലാത്തിൻ്റെ മേലെ നിറയെ നന്നായിട്ട് ചിക്കൻ മിക്സ് നന്നായിട്ട് ഫില്ല് ചെയ്യാം. ബേസ് മാത്രം മാറുമല്ലേ പിസ്സയുടെ? പിസ്സയുടെ ബേസ് മാത്രം ബ്രെഡാണ്. ബ്രെഡ് ബേസ് ആക്കിയിട്ട് നമുക്ക് ബേസ് ചെയ്യുന്നതിൻ്റെ ഒരു സമയമൊന്നും വരില്ല, ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് തന്നെ ബ്രെഡ് എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ബ്രെഡ്. നമുക്ക് കുറച്ച് ചീസ്, പിസ്സ ചീസ് ഗ്രേറ്റ് ചെയ്തതുണ്ട്, മോസറല്ല ചീസാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേലോട്ട് ഇടാം. ഇത് വാങ്ങിക്കാൻ കിട്ടുമോ? ഇത് ഒരു ക്യൂബായിട്ട് വാങ്ങാൻ കിട്ടും. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ പുറത്ത് നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ പുറത്ത് ഇത് തേച്ചു, കെച്ചപ്പ് തേച്ചു, അതിൻ്റെ പുറത്ത് ചിക്കൻ മിക്സ് ഇട്ടു. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ചീസ്, മോസറല്ല ചീസ്, പിസ്സ ചീസാണ്. അപ്പോൾ ഇത് സാധാ ചീസുമായിട്ട് വ്യത്യാസമുണ്ട്? നല്ല വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പിസ്സക്ക് മാത്രം യൂസ് ചെയ്യുന്ന ചീസാണ്. ഓക്കെ ഓക്കെ. അപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുമല്ലേ അത്? എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അവൈലബിളാണ് മോസറല്ല ചീസ്. ഇനി നമുക്ക് ഇതൊന്നൊരു 2 മിനിറ്റ് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഈ ജസ്റ്റ് ഒന്ന് കുക്ക് ആവണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഈ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ പിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് അവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് എന്താ ചേച്ചി? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? 10 മിനിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കേക്ക് ഇതും കൂടെ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും റെഡി ആവുമായിരിക്കും. കറക്റ്റ് ആയിരിക്കും. കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ആ ചീസ് കണ്ടോ, ജസ്റ്റ് ഒന്ന് അലിഞ്ഞു വന്നാൽ മതി. അത്ര മതി. ജസ്റ്റ് ഇത് കുക്ക് ആവാനൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റ് മതിയാവും. ആ ചീസ് ഒന്ന് അലിയാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രം. അപ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും കേക്ക് ഒന്ന് ബേക്ക് ആവാനായിട്ട്. ഈ വെയിറ്റിംഗ് സമയത്ത് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണല്ലേ? നോക്കിയാലോ. ബ്രെഡ് പിസ്സ കഴിച്ചോ? ബ്രെഡ് പിസ്സ കൊള്ളാം. നമ്മുടെ ഈ പിസ്സ ബേസിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചായ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഞെട്ടിക്കാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ? ശരിക്കും ക്ഷമ വേണ്ട ഒരു പരിപാടി തന്നെ കേട്ടോ ഈ കുക്കിംഗ്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഒന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് കമഴ്ത്തിയിടാം. ചിക്കൻ കേക്ക് ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിടാം. ഓക്കെ.
ഈ മധുരമുള്ള കേക്ക് കഴിച്ചിട്ടുണ്ട്. ഈ കളറിലുള്ള ടീ കേക്ക് അല്ലേ, ടീ കേക്കൊക്കെ ഈ കളറല്ലേ, ഇപ്പോൾ ഗീ കേക്കായി. കൊള്ളാം. അപ്പോൾ ഇതാണ് ചേച്ചി ചിക്കൻ കേക്ക് അല്ലേ, ചിക്കൻ കേക്ക്. പലതരം കേക്കുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ചിക്കൻ കൊണ്ടുണ്ടാക്കിയ കേക്ക്. ഇതിനി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നീങ്ങിയാലോ അങ്ങോട്ട്? ഓക്കെ, ഇരിക്കും ചേച്ചി. ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിന്റെ റീക്യാപ്പ് ഒന്ന് കണ്ടു നോക്കും. പാനിൽ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കി 1 സവോള ചെറുതായി അരിഞ്ഞത് വഴറ്റുക. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് എന്നിവയും ചേർക്കുക. കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയും വേവിച്ച ചിക്കനും ചേർത്ത് നന്നായി വേവിക്കുക. ചിക്കൻ മിക്സ് തയ്യാർ. ഇനി 1 കപ്പ് മൈദ, 1 കപ്പ് പാൽ, 1 കപ്പ് റിഫൈൻഡ് ഓയിൽ, 2 മുട്ട, പാകത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, അല്പം പഞ്ചസാര, ചെറിയ ഉള്ളി ചതച്ചത്, ജീരകപ്പൊടി, കുറച്ച് അപ്പക്കാരം എന്നിവ മിക്സിയിൽ നന്നായി അടിക്കുക. ഇനി പാനിൽ നെയ്യും എണ്ണയും ചൂടാക്കി തയ്യാറാക്കിയ കേക്ക് മിക്സ് ഒഴിച്ച് പകുതി വേവിക്കുക. വെന്ത ശേഷം മല്ലിയിലയും ചിക്കൻ മിക്സും ബാക്കി കേക്ക് മിക്സും ഒഴിച്ച് 15 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. ചിക്കൻ കേക്ക് തയ്യാർ. ഓക്കെ, അപ്പോൾ ചേച്ചി കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്യാല്ലേ? ഞാനിതുവരെ കഴിച്ചിട്ടില്ല ചിക്കൻ കൊണ്ടുള്ള കേക്ക് അല്ലേ? കേക്ക്. പ്രവീൺ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയാണ്. ഇതും വൈകുന്നേരം നമ്മൾ കൂടെ കഴിക്കാവുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ചിക്കൻ കേക്ക്. ഇതിന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോക്കിയിട്ട് പറയാം. ചൂട് കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഇല്ലേ? സൂപ്പറായിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ല, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് അർത്ഥം അല്ല. ഡോണ്ട് ഡു. എന്നാലും ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി എന്താ പറയുക, ചിക്കൻ കേക്കും പിസ്സ, ബ്രെഡ് പിസ്സയും ഇത് രണ്ടും പഠിപ്പിച്ച ചേച്ചിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദികൾ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്ത ആഴ്ച പുതിയ ഡിഷും പുതിയ ഗസ്റ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം പച്ചമുളക്.